നമ്മുടെ ഒരു വലിയ വിശേഷതയാണ്. മറ്റാർക്കുമില്ലാത്ത ഒരു വലിയ വിശേഷത പറയുകയാണ്. എന്താണ് പ്രത്യേകത? സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ലോകത്തിലെ എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കും വരും. എല്ലാവർക്കും വരുന്ന വിഷയങ്ങൾ നമുക്കും വരും. നമ്മുടെ പിള്ളേർ ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും. നമ്മുടെ പിള്ളേർക്ക് അപകടം പറ്റിയെന്ന് വരും. നമുക്ക് അപകടം പറ്റിയെന്ന് വരും. രോഗം വന്നെന്ന് വരും. സാധാരണ മനുഷ്യർക്ക് നമുക്കും എല്ലാവർക്കും ഒരേപോലെ വരുന്നതാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്തെല്ലാം പ്രശ്നം വന്നാലും നമ്മുടെ സമാധാനം പോവില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടു കൂടെ നമുക്ക് ഇന്നും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാനായിട്ട് കർത്താവ് നമുക്ക് നല്ലൊരു സന്ദർഭം ഒരുക്കി തന്നതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ദൈവം നൽകി തരുന്നുണ്ട്. അത് ഓർത്ത് നന്ദിയോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആ നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ജാതികളെ അപേക്ഷിച്ച് നമ്മൾ വിശേഷതയുള്ളവരെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. പല വിശേഷതകളും നമുക്കുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് വലിയ വിശേഷതകളുണ്ട്. എന്നാൽ ഇന്ന് ഒരു വിശേഷത ഇന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രാരംഭമായിട്ട് ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മുടെ ഉള്ള ഒരു വലിയ പ്രത്യേകത, അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയം ഒന്ന് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 9. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. നമ്മുടെ ഒരു വലിയ വിശേഷതയാണ്. മറ്റാർക്കുമില്ലാത്ത ഒരു വലിയ വിശേഷത പറയുകയാണ്. എന്താണ് പ്രത്യേകത? സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ലോകത്തിലെ എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കും വരും. എല്ലാവർക്കും വരുന്ന വിഷയങ്ങൾ നമുക്കും വരും. നമ്മുടെ പിള്ളേർ ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും. നമ്മുടെ പിള്ളേർക്ക് അപകടം പറ്റിയെന്ന് വരും. നമുക്ക് അപകടം പറ്റിയെന്ന് വരും. രോഗം വന്നെന്ന് വരും. സാധാരണ മനുഷ്യർക്ക് നമുക്കും എല്ലാവർക്കും ഒരേപോലെ വരുന്നതാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്തെല്ലാം പ്രശ്നം വന്നാലും നമ്മുടെ സമാധാനം പോവില്ല എന്ന് പറയുന്നത് ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് അത്രത്തോളം സത്യമാണെന്ന് സംശയം വരിക. പണ്ടത്തെ ഭക്തന്മാരൊക്കെ അങ്ങനെയായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവർ സമാധാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ തുടക്കത്തിലെ ചെറുപ്പത്തിലെ 17 വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത്. പരിശോധനയൊക്കെ റോട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ ആ ഒരു ശൈലി അനുസരിച്ച്, അപ്പന്മാരുടെ ശൈലി അനുസരിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാനും പറഞ്ഞിരുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം നിങ്ങളും കൂടെ അറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കവലയെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. നിങ്ങളൊരു വലിയ സമാധാനം അനുഭവിക്കുന്നവരെന്നാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുമ്പോൾ തന്നെ പറയുന്നത്. മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങൾക്കൊരു വലിയ സമാധാനമുണ്ട്. അത് ദൈവം തന്ന സമാധാനമാണ്. അതുകൊണ്ട് ആ സമാധാനത്തിന്റെ വ്യക്താക്കളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കണ ഒറ്റ വഴിയുള്ളൂ, യേശുക്രിസ്തുവിലേക്ക് വരിക എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവമക്കളാണോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിരാശരും അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നതും ദൈവമക്കളാണോ എന്ന് സംശയം വരികയാണ്. അതിന് കാരണം എന്താ അറിയോ? ഈ സമാധാനത്തിന്റെ ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ പറഞ്ഞ വാക്യത്തിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കണം, എന്നാൽ സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കുന്നതാണ്. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്നില്ലെന്നർത്ഥം. വചനം കേട്ടു, അത് ഗ്രഹിച്ചു, അതിന്റെ ഫലങ്ങൾ നമ്മൾ കണ്ടു, റിസൾട്ട് കണ്ടു. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടുന്നു, ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു, കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ സമാധാനത്തിന് ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ പ്രശ്നം. ഞാൻ 3 തെളിവ് ആദ്യം പറയാൻ പോവാണ്. യേശു സമാധാനത്തിന്റെ ദൈവമാണെന്നുള്ളതിന് 3 തെളിവ് ഞാൻ വായിക്കാൻ പോവാണ്. ഒന്നാമത്തത് യോഹന്നാന്റെ സുവിശേഷം 14:27. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 27. നമുക്ക് പരിചയമുള്ള വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ യേശുക്രിസ്തു പറയാണ്, എന്റെ കയ്യിൽ സമാധാന സ്റ്റോക്ക് ഉണ്ട്, ഞാൻ സമാധാനത്തിന്റെ ദൈവമാണ്, ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അതിന്റെ ഒരു പ്രത്യേകത പറയാണ്. നമ്മുടെ ഈ പറഞ്ഞ സമാധാനത്തിന്റെ പ്രത്യേകത ലോകം തരുന്നത് പോലെയുള്ളതല്ല. ലോക സമാധാനങ്ങളൊക്കെ ഉണ്ട്. പ്രാവിനെ പറത്തി വിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സമാധാനക്കാരെല്ലാം ഒപ്പിട്ട് പ്രാവിനെ പറത്തി വിട്ടു 2 കൂട്ടരും കൂടെ. കുറച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വിടുവിക്കാൻ തുടങ്ങി. താൽക്കാലികമായ സമാധാനമാണ് ലോകം തരുന്ന സമാധാനം. അതാണ് അതിന്റെ വ്യത്യാസം. എന്നാൽ ദൈവികമായ സമാധാനത്തിന്റെ പ്രത്യേകത അത് നിത്യമായി നമ്മൾ വായുന്നതാണ് പറയുന്നത്. ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ് പറയുന്നത്. സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായി വാഴട്ടെ. അത് നമുക്ക്
കൊലോസിലെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായി വാഴുകയാണ്. അത് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ലോകത്തിന്റെ സമാധാനവും ദൈവസമാധാനം തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ദൈവസമാധാനം വന്നു കഴിഞ്ഞാൽ, പ്രാപിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നതാണ്. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയാം. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുമ്പോൾ കഴിയുന്നത്, കൃപയിലേക്ക് വന്നാൽ എങ്ങനെ വരുന്നത്? കർത്താവിൻ്റെ ഒരു വിളിയുണ്ട്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകുന്നു, എന്നോട് ചേർന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് പറയുന്നത്. ആത്മാവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു ആശ്വാസമുണ്ട്. അപ്പൊ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, 2 ക്ലാസ് പഠിക്കണം. മിനിമം 2 ക്ലാസ് പഠിക്കാത്തവരെ കൃപയെ നിൽക്കാൻ പറ്റില്ല. 2 ക്ലാസ് പഠിക്കണം. അത് ആരുടെ അടുത്ത് വന്നിട്ട് പഠിക്കണം? യേശുവിന്റെ അടുത്ത് വന്ന് പഠിക്കണം. ഏതാ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നത്? ഭൂമിയിലെ സകല മനുഷ്യരും കിടന്ന് അധ്വാനിക്കുക, ഭാരം ചുമക്കുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ ആദ്യം പണ്ടൊക്കെ ചിന്തിച്ചിരുന്നത് ചുമട്ടൊഴിലാളുടെ കാര്യമാണെന്ന് ചിന്തിച്ചിരുന്നത്. അവർ വലിയ ഭാരമൊക്കെ എടുത്ത് സിമന്റ് ചാക്കൊക്കെ എടുത്ത് നടക്കുന്ന അവരെ വിളിച്ചതാണെന്ന് വിചാരിച്ചത്. അങ്ങനെയല്ല, പിന്നീട് മനസ്സിലായത്, കുറച്ചും കൂടെ ഒക്കെ ബോധമൊക്കെ വന്നപ്പോഴൊക്കെ കാര്യം മനസ്സിലായത്. എല്ലാവരും കിടന്ന് അധ്വാനിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി അറിയോ? സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും വലിയ ഭാരങ്ങളാണ് തലയിൽ വന്ന് കൂടുന്നത്. ദിവസം വരുന്ന ഭാരങ്ങൾ അത്ര വലിയ ഭാരങ്ങളാണ് നമുക്ക് വരുന്നത്. ബർഡൻസ്, ഒത്തിരി ബർഡൻസ്, ഒത്തിരി ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്നൊരു കാര്യമുണ്ട്, ആശ്വാസം. അപ്പൊ അത് എവിടുന്ന് കിട്ടുന്നു നോക്കിയിട്ടാണ് ലോകത്തിന്റെ സകല മനുഷ്യരും കിടന്ന് അധ്വാനിക്കുന്നത്, ഓടുന്നത്. അതുകൊണ്ട് പലരും ചിന്തിക്കുന്നത് സമാധാനം കിട്ടാതെ വരുമ്പോഴാണ് ലഹരിയുടെ പിന്നാലെ പോകുന്നത്, അല്ലെങ്കിൽ മദ്യത്തിന് മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്നതിന്റെ ഒരു കാരണം അതാണ്, സമാധാനം കിട്ടാത്തതുകൊണ്ട്. മറ്റൊന്ന്, ആര് പറഞ്ഞത് കേട്ടാലും സമാധാനം എവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഓടും. മല കയറണം എന്ന് പറഞ്ഞാൽ മല കയറും, കിടന്നുരുളണം എന്ന് പറഞ്ഞാൽ ഉരുളും, തല മൊട്ടയടിക്കണം എന്ന് പറഞ്ഞാൽ തല മൊട്ടയടിക്കും, എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒരു പ്രത്യേകത പറയുകയാണ്, ലോകത്തിലെ എവിടൊക്കെ നടന്ന് ഈ അധ്വാനിച്ചാലും നിങ്ങൾക്ക് എവിടുന്ന് സമാധാനം കിട്ടില്ല. ആശ്വാസം ആദ്യം നിങ്ങളുടെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്ന നിങ്ങളെല്ലാവരും യേശുവിന്റെ അടുക്കൽ വരണം. ആ പദത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. നമ്മൾ യേശുവിന്റെ അടുക്ക വരാറില്ല, യേശുവിന് ദൂരത്തു നിന്ന് കാണുന്നവരാണ്. അവിടെയാണ് പ്രശ്നം. ദൈവത്തോട് അടുക്കുവാൻ ഇന്ന് ഞാൻ കർത്താവിന്റെ തിരുമേശ ശുശ്രൂഷിക്കുന്ന സമയത്ത് അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അതിന്റെ വലിയൊരു പ്രാധാന്യം കൂടെ ഉണ്ട്. അത് ഞാൻ ആ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്താം. കർത്താവിന്റെ അടുക്കൽ വരണം, വളരെ അടുക്കൽ വരണം. അടുക്കൽ വരുമ്പോഴാണ് 2 ക്ലാസ് പഠിപ്പിക്കുന്നത്. അതാണ് സൗമ്യതയും താഴ്മയും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? സത്യത്തിൽ നമ്മൾ ബേസിക്കലി നമ്മൾ സമാധാനപ്രിയരൊന്നുമല്ല, സൗമ്യതയൊന്നുമില്ല. സബ്ജക്റ്റ് വിഷയം വരാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അടങ്ങി നിൽക്കുക. എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും ചിലപ്പോൾ. പക്ഷെ കൃപയിൽ വന്നതിന് ശേഷം നമ്മൾ ഒത്തിരി സൗമ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, നന്നായി സൗമ്യനാവണമെങ്കിൽ ശുശ്രൂഷയിലേക്ക് വരണം. ശുശ്രൂഷയിലേക്ക് വരും തോറും സൗമ്യനായിക്കൊണ്ടിരിക്കും. കാരണം എല്ലാറ്റിനും പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാനേ പറ്റില്ല. എന്നെ സഭയിൽ നിന്ന് ഓടിച്ചുവിടുന്ന ഓർത്താൽ മതി. ആർക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങളെ, ഇത്രയും വരുന്ന എത്ര പേരുണ്ട്, അവരുടെയൊക്കെ മനസ്സറിഞ്ഞും അവരെ വ്യസനിപ്പിക്കാതെയും വേദനിപ്പിക്കാതെയും എല്ലാം പറഞ്ഞ് തണുപ്പിച്ച് നമുക്ക് രോഷം ഇഷ്ടം പോലെ കയറി വരും. പാസ്റ്റർമാരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വിധത്തിൽ ജനങ്ങൾ എത്തുന്നില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ വായിക്കുന്നില്ല, സഭയിൽ എല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് പറഞ്ഞാൽ കൈയടിക്കില്ല. ആ ഒരു അന്തരീക്ഷം തന്നെ നഷ്ടപ്പെടുത്തുന്ന പലരും ഉണ്ടാവും. പലതും കാണുമ്പോൾ നമുക്കിതിനൊരു രോഷം കയറി വരും. സാധാരണ രോഷമല്ല, ഒരു ആത്മീയ രോഷം വരും. മോശയൊക്കെ ചെയ്ത പോലെ കൽപ്പലയൊക്കെ എറിഞ്ഞൊടിക്കാൻ തുടങ്ങും. നാളൊരു പാസ്റ്റർ ദേഷ്യം പൂത്തു വന്നപ്പോൾ പുസ്തകം എടുത്തൊരു എറിഞ്ഞു. മതി എന്നുള്ള കണ്ടീഷനല്ലേ, മടുത്തു പോകുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ ഈ ശുശ്രൂഷ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒതുങ്ങി ഇങ്ങനെയൊന്നും പറ്റില്ല, ഞാനും നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒതുങ്ങി കുറേയും കൂടെയൊക്കെ സൗമ്യത പഠിക്കും. എന്നാൽ അങ്ങനെയല്ല, യേശുവിന്റെ അടുക്ക വരുന്ന സമയത്ത് സാഹചര്യം വരുന്നതനുസരിച്ച് മാറുന്നതല്ല, നമ്മളെ മാറ്റിയെടുത്തോണ്ടിരിക്കും. മറ്റൊന്ന് താഴ്മയാണ്. എന്നാൽ ഇന്ന് കാണുന്നത് ഇത് രണ്ടുമില്ല. ഇന്ന് ദൈവമക്കളെ കാണാനില്ലാത്ത 2 സാധനമാണ് സൗമ്യതയും താഴ്മയും. ഉന്നത ഭാവവും നികളവുമാണ് വർദ്ധിച്ചു വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാൽ കൃപയെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടും. അനുഗ്രഹത്തിനനുസരിച്ച് അങ്ങ് ബൂസ്റ്റ് ചെയ്ത് ഞാൻ ആരാന്നൊരു തോന്നൽ വന്നോളൂ. എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് തോന്നല്, തന്നെക്കാൾ ശ്രേഷ്ഠനാണ് മറ്റുള്ളവരെന്ന് ചിന്തിക്കാനോ ഒന്നും കഴിയുന്നില്ല. അങ്ങ് നേരെ റിവേഴ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു പരാജയം കിടക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ച് പോകുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് സമാധാനം തരുന്ന ആളാണ്. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അതാണ് നമ്മുടെ ചിന്താവിഷയം. സമാധാനത്തിന്റെ ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ശേഷം മനുഷ്യരാണ്, മറ്റുള്ളവരെ പോലെയാണ്, ഒരു വ്യത്യാസമില്ല.
അപ്പൊ ഈ സമാധാനം കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ഈ വഴിയിലൂടെ പ്രാപിക്കും. രണ്ടാമത്തെ ലക്ഷണ തെളിവ് പറയാം. എഫേസ്യർ 2:14 വാക്യം. എഫേസ്യർ 2:14 വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചു ഇടിച്ചു കളഞ്ഞു. ഇവിടെ വായിക്കുകയാണ്, അവൻ നമ്മുടെ സമാധാനം. അപ്പൊ കർത്താവ് സമാധാനം തന്നെയാണ്, സമാധാനത്തിന്റെ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി, ശത്രുത്വം ഇല്ലാതാക്കി. നമ്മൾ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി ശത്രുത്വം ഇല്ലാതാക്കി. അതിന് തടസ്സമായി നിന്ന ന്യായപ്രമാണത്തിന്റെ ഒരു ചുവരുണ്ട്, അതിനെ ഇടിച്ചു മാറ്റി. വേർപാടിന്റെ ചുവരൊക്കെ ഇടിച്ചു മാറ്റിയിട്ട് നമ്മളെ അങ്ങ് അടുപ്പിച്ചു. പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം പറയുന്നത് ഒരു അകലം നിൽക്കണം, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാൻ പറ്റുന്ന രീതിയിൽ വിഷമം വന്നു കഴിഞ്ഞാൽ അവിടെ ഇബ്രാഹിം ലാൻഡി പറയുന്നത് എന്താ? അതുകൊണ്ട് നിങ്ങൾക്ക് സഹായത്തിന് തത്സമയത്തിന് സഹായം ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരിക. എന്താ കാരണം? നമുക്കുള്ള മഹാപുരോഹിതൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാ. നമ്മുടെ വേദനയും നമ്മുടെ മനപ്രയാസവും കഷ്ടവും വിശപ്പും ദാഹവും എല്ലാം അറിയുന്ന ആളാ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭാരം വന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ അങ്ങ് ചെന്നു. അപ്പൊ അതിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റി തന്നു. വേറെ ആരെയും ചെന്ന് കണ്ടിട്ടൊന്നും പറയണ്ട, പാസ്റ്റർ പ്രാർത്ഥിക്കണം ഫോൺ വിളിച്ച് പറയേണ്ട പ്രശ്നം പോലും ഉദിക്കുന്നില്ല. ധൈര്യമായിട്ട് അങ്ങ് ചെല്ലുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് സമാധാനം അങ്ങ് കിട്ടും. അപ്പൊ രണ്ടാമത്തെ തെളിവ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ തെളിവ് ഞാൻ വായിക്കാം. കൊലോസ്യർ ലേഖനം 1:20. കൊലോസ്യർ 1:20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്പോ നമ്മുടെ കർത്താവ് ആരാണ്? സമാധാനത്തിന്റെ ദൈവം തന്നെയാണ്. എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കിയത്? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ചൊരിഞ്ഞിട്ടാണ് സമാധാനം ഉണ്ടാക്കിയത്. രക്തം ചൊരിഞ്ഞു, ഇനി അതിന്റെ അപ്പുറത്തൊന്നും ചെയ്യാനില്ല. എല്ലാ പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം, ലോക യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ രക്തച്ചൊരിച്ചിലാണ്. അവരെ കൊല്ലണം, അത് തീർന്നാ തീർന്നു. ഇപ്പോ ട്രംപ് പറയുന്നത് ഇറാൻ പ്രസിഡന്റിനെ കൊല്ലാൻ എനിക്ക് കൃത്യമായിട്ട് സ്പോട്ട് വരെ അറിയാം. ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി വെച്ചേക്കാം. ബട്ടൺ ഞെക്കിയാ വേണമെങ്കിൽ അവിടെ ബോംബ് വീഴും. കൊന്നു കഴിഞ്ഞാൽ സമാധാനം എന്നവർ പറയുന്നത്. അതിന്റെ അപ്പുറത്തൊന്നുമില്ല, ആളങ്ങ് മരിക്കണം. എന്നാൽ കർത്താവ് പറയാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇനി ചെയ്യാൻ വേറെ ഒന്നുമില്ല. ക്രൂശിൽ ആ രക്തം മുഴുവൻ ചൊരിഞ്ഞു തന്നിട്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കി തന്നു. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ വായിച്ച തെളിവ് പറഞ്ഞു. കർത്താവ് നമ്മുടെ സമാധാനമാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. കർത്താവ് നമ്മുടെ സമാധാനമാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? ഈ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം. ഈ ദൈവം നമ്മുടെ, അതിന് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കണം. അവിടെ എന്നോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസാണ് പറയുന്നത്. പൗലോസാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, 4:9 പറഞ്ഞത്. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കണം. അപ്പൊ പൗലോസ് നല്ല മാതൃക വിശ്വാസിയാണ്. നിങ്ങൾ എന്റെ അനുകാരികളാവുകയും എന്ന് പറഞ്ഞ പൗലോസ്. ഈ പൗലോസിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. പൗലോസ് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. എന്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്? എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം, അത് നമ്മൾ പൗലോസിൽ നിന്ന് പഠിക്കണം. പൗലോസിന് വിശ്വസിച്ചിരിക്കുന്നത് അവൻ എന്റെ ഉപനിധി, ആ ദിവസത്തോളം എന്നെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ പൗലോസ് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഒരു നിധി കിട്ടിയ പോലെ വിശ്വാസം പിടിച്ചിരിക്കുക. അതിന് പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. ആ വാക്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ. ഞാനൊരു കാര്യം പറയാം. ഉപനിധി എന്ന് പറഞ്ഞാൽ നിധി ഒന്ന്, അതിന്റെ കൂടെ കിട്ടുന്നതാണ്, സബ്ബായിട്ട് കിട്ടുന്നതാണ് ഉപനിധി. അപ്പോൾ നിധി എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. നിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സ്നേഹമാണ്. ഏറ്റവും വലിയ നിധി നമുക്ക് കിട്ടിയാൽ ഏറ്റവും വലിയ നിധി എന്താണെന്ന് ചോദിച്ചാൽ സംശയമില്ല, കർത്താവിന്റെ സ്നേഹമാണ്. അതിൽ വലുത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കർത്താവിന്റെ സ്നേഹത്തെക്കാൾ വലുതൊന്നുമില്ല. അത്രമാത്രം വിലയുള്ളതാണ് കർത്താവിന്റെ സ്നേഹം. അതിന്റെ കൂടെ നമ്മൾ പിടിക്കേണ്ട മറ്റൊരു സാധനമാണ് വിശ്വാസം. അതാണ് ഉപനിധി. അപ്പൊ വിശ്വാസം വേണം. ദൈവത്തിന്റെ സ്നേഹത്തിൽ വന്നവർക്കാണ് ഈ വിശ്വാസം കിട്ടുള്ളൂ. നമുക്ക് സ്വയമായിട്ട് വിശ്വാസമൊന്നും വരില്ല. ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ അത്രത്തോളമാണ് നമുക്ക് വിശ്വാസം വരുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ തോന്നുന്നില്ലെങ്കിൽ വിശ്വാസത്തിന്റെ എത്രയോ ദൂരത്ത് പോയി എന്നർത്ഥം. വിശ്വാസം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുന്നു എന്ന് അർത്ഥം. ശരിയല്ലേ? കർത്താവിനെ സ്നേഹിക്കും തോറും കർത്താവിനോട് വിശ്വാസം നമുക്ക് കൂടും. ശരിയാണോ? എൻ്റെ അപ്പനോട് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം കൂടും. എന്താ സ്നേഹം കൂടാൻ കാരണം? എനിക്ക് അപ്പനെ കുറിച്ച് നല്ല അറിവാണ്. എന്താ കാരണം? ഞാൻ എൻ്റെ ഒരു ആവശ്യം പറയുന്നതിന് മുമ്പ് കർത്താവ് എൻ്റെ അപ്പം മേടിച്ചു തരും. എന്നെ ദുഃഖിപ്പിക്കാൻ സമ്മതിക്കില്ല, എന്നെ തല്ലില്ല, എന്നെ അടിക്കില്ല. എന്നോട് അത്രമാത്രം സ്നേഹമാണ്. അതെനിക്കൊരു തിരിച്ചറിവാണ്. അറിവ് ലഭിച്ചതനുസരിച്ചാണ് ഞാൻ അറിയും തോറും കർത്താവിനെ സ്നേഹിച്ചു വരും. ലോകപ്രകാരമുള്ള അപ്പന്മാരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നന്നായി അറിയും തോറും നമുക്കുള്ള സ്നേഹം പോയി കിട്ടും.
എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത്ര നല്ല സ്വഭാവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഉള്ള സ്നേഹം പോകാനും സാധിക്കും. എന്നാൽ കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കർത്താവിനെ അടുത്തറിയും തോറും നമ്മുടെ സ്നേഹവും ബഹുമാനവും കൂടിക്കൂടി വരും. അപ്പൊ ഇന്ന് നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടെത്തിയതിനു ശേഷം കർത്താവിനോടുള്ള സ്നേഹവും ആ വിശ്വാസമൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഒന്നാമത് പറയാണ്, പൗലോസിനെ കണ്ടുപഠിക്കണം. 3:17 പറയുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സമാന്തരതയും കൂടിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കുറേ കാര്യങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളൊന്ന് മാതൃകയാവണം. അങ്ങനെയാണെങ്കിൽ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇനി യശയാപ്രവചനത്തിൽ പറയുന്നത് 48:22 വാക്യത്തിൽ പറയുന്നു. 48:22 പറയുന്നത്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് യഹോവ അരുളി ചെയ്തു. അപ്പൊ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ വേദപുസ്തകം നമ്മെ വിളിക്കുന്ന പേര് നീതിമാൻ എന്നല്ല, ദുഷ്ടൻ. ഓ, എന്തൊരു ഗതിയാണോ നോക്കി. ദുഷ്ടൻ എന്നുള്ള വിളിയാണ് നമ്മളെ വിളിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അറിയുന്നു, നിത്യനിറയും കിട്ടിയെന്ന് ഉറപ്പാ. ദുഷ്ടന്മാരെ വിടാനുള്ള സ്ഥലമാണ് നരകം. അപ്പൊ നമ്മുടെ സ്വർഗത്തിന് അവകാശിയാണെങ്കിൽ അതിന്റെ ഒരു തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ഒന്നാന്തരം ഒരു തെളിവാണ് സമാധാനം നമ്മുടെ കൂടെ വേണം. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക, എനിക്കൊരു സ്വസ്ഥതയില്ല വാസ്തവമായി. എത്ര പേര് പറയുന്നവരുണ്ടെന്ന് അറിയാം. പലർക്കും പല പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബാലൻസ് വരുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ടെൻഷൻസ് ഒക്കെ മാറിയിട്ട് ഫ്രീ ആകാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അത് ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. ഈ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. സമാധാനത്തിന്റെ ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ കണ്ടും കേട്ടുള്ളതൊക്കെ പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ പോവാം. 1 തെസ്സലോനിക്കർ 5:23. 1 തെസ്സലോനിക്കർ 5:23. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഏറ്റവും വലിയ പ്രോമിസ. സമാധാന ദൈവം കൂടി ഇരിക്കുന്നെങ്കിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളിലെ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ബെസ്റ്റ് വൺ, ഇനി അതിന്റെ അപ്പുറത്തൊന്നുമില്ല, ഏറ്റവും നല്ല അനുഗ്രഹം. സമാധാന ദൈവം കൂടി ഉണ്ടെങ്കിൽ നമ്മെ അവൻ ശുദ്ധീകരിക്കും. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ സംഭവം ശരിയാന്ന് തോന്നും. സമാധാനത്തിന് ദൈവം കൂടെയുണ്ട്. ആരെന്ത് പറഞ്ഞാലും നമുക്ക് കോപമൊന്നും വരില്ല. സമാധാന. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഒരു ചായ കൊണ്ടുവരുന്ന ആളെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സൈക്കിളിന് മുൻപ് ചായ കൊണ്ട് പോകുന്ന മനുഷ്യനാണ്. ഞാൻ സുഹൃത്തായിട്ട് സംസാരിക്കാറുണ്ട്. അയാളുടെ ക്ലാസ്സൊക്കെ കാണാൻ പോകുന്നത് സന്തോഷിക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ആശ്വസിക്കാനൊക്കെ പോകാം. പക്ഷെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങിയൊരു വാചകമുണ്ട്: സമാധാനമല്ലേ വേണ്ടു, വേറൊന്നും എനിക്ക് വേണ്ട. സമാധാനമല്ലേ വേണ്ടെന്ന്, വേറെ ഒന്നും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവങ്ങളെ, നമുക്ക് വേണ്ടുന്ന സാധനം സമാധാനമാണ്. സമാധാന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്: നമ്മെ മുഴുവൻ ശുദ്ധീകരിക്കും. നമ്മൾ വിശുദ്ധരായി മാറിക്കൊണ്ടിരിക്കും. നമുക്ക് വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെ, പാപബോധമില്ലാതെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സമാധാന ദൈവം കൂടെ ഇല്ലാത്തതുകൊണ്ട്. സമാധാന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലേ, സമാധാന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കും. സമാധാന ദൈവം കൂടെ ഇരുന്ന് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ മുഴുവനായിട്ട് ശുദ്ധീകരിക്കുക. നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം അശേഷം കർത്താവിന്റെ പ്രത്യക്ഷതയില് നമ്മൾ സ്വർഗത്തിൽ എത്തണം തന്നെ. ഒന്നും കൂടെ പറഞ്ഞാൽ, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവന് വേണ്ടപ്പെട്ടവരായി മാറണമെന്ന് വിചാരിച്ച് നമ്മെ ക്രമീകരിക്കാൻ സമാധാന ദൈവം കൂടെ ഇരിക്കണം. വേണോ? കൊതിയോടെ പറയണം, കർത്താവെ അങ്ങ് എന്നോട് കൂടി ഇരിക്കണം. ആശീർവാദമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചടങ്ങ് മാത്രമായി മാറി. പക്ഷെ സത്യത്തിൽ അത് ചടങ്ങല്ല. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ ദൈവം നമ്മോട് കൂടിയിരിക്കും. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വേറെ വിളിക്കണം. ദൈവം നമ്മോട് കൂടെയാണ്.
പക്ഷെ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് സമാധാനത്തിന്റെ ദൈവമാണ് എനിക്ക് വേണ്ടുന്നത്. കാരണം സമാധാനം തന്നേച്ചു പോയിരിക്കുന്ന സമാധാനം എനിക്ക് ലഭിക്കണം. അത് ലഭിച്ചാൽ ഞാൻ ആരായി മാറും? വിശുദ്ധനായി മാറും. ഇനി രണ്ടാമത്തെ വായിക്കാം, അതിന്റെ രണ്ടാമത്തെ ഗുണം പറയാം. സമാധാനത്തിന് ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എബ്രായ ലേഖനം 13:20-21 20:21. എബ്രായർ 13:20-21. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. അപ്പൊ വീണ്ടും എടുത്തു പറയാ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും. അപ്പൊ സമാധാന ദൈവം കൂടി ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താണ്? എന്താ പറയാ? അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം സമാധാന ദൈവം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവ ഇഷ്ടമായിരിക്കും. ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. നമ്മൾ ചെയ്യുന്നതിലും മിസ്റ്റേക്ക് കാരണം സമാധാനം പോണത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാണിച്ചു, ആവശ്യമില്ലാതെ കോപിച്ചു, ആവശ്യമില്ലാത്തൊരു വാക്ക് പറഞ്ഞു, ഇതൊക്കെ സമാധാനം കളയുന്ന സാധനങ്ങൾ, ശരിയല്ലേ? എന്നാൽ സമാധാന ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം അടുത്ത പറയാണ് എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കപ്പെടുമാറാകട്ടെ. എല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ളതും ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സമാധാന ദൈവം കൂടെ ഉണ്ടെങ്കിലുള്ളൂ. കർത്താവേ അങ്ങ് കൂടെ വേണം. ഈ ഓരോ വാക്യം വായിക്കുമ്പോൾ ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞു, കർത്താവേ സമാധാനത്തിന്റെ ദൈവമേ എൻ്റെ കൂടെ വേണേ, എനിക്കിത് കൊതി തോന്നുക, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി എല്ലാ നന്മയിലും, എല്ലാ നന്മയും ഒന്നിനും മുടക്കം വരില്ല. നമുക്കറിയാലേ എന്താ വാക്യം? ഒരു നന്മയ്ക്കും കുറവ് വരില്ല. ഒരു നന്മയ്ക്കും കുറവ് വരാതെ പരിപാലിക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കിതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക്. എന്നാൽ സമാധാനത്തിന്റെ ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടില്ല. ഇതൊരു ഭാഗ്യം നോക്കി. നമ്മളറിയാതെ ദൈവ ഇഷ്ടമൊന്നും നോക്കാതെ പലതും ചെന്ന് ചാടും, പിന്നെ കിടന്ന് നോക്കി. ഒരു ജോലി കിട്ടിയാലും അതെ, എന്ത് കാര്യത്തിലാണ് ദൈവത്തിന് ഇഷ്ടമാണോ എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമായി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിലും വരികയാണെങ്കിലും കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ളതാണെന്ന് നമ്മൾ മനസ്സോട് പറഞ്ഞ് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ സംഗതി ഓക്കെ. ഒരു ശബ്ദം കേട്ടില്ലെങ്കിൽ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എനിക്കറിയാം വളരെ ദുഃഖം ഉണ്ടാവും, പ്രശ്നങ്ങളാ, ഭാരങ്ങളാ, ക്ലേശങ്ങളാ. കർത്താവിന്റെ സമാധാനവുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. അതാണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്. റോമാലേഖനം 3 വായിക്കാം. റോമാലേഖനം 16:20. റോമർ 16:20. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടി ഇരുന്ന ആൾക്ക് ലഭിക്കുന്ന 3ാമത്തെ അനുഗ്രഹം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴ് ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത അനുഗ്രഹം നമ്മൾ ശ്രദ്ധിച്ചോ? ഈ വാക്യം പെട്ടെന്ന് നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് സാത്താനെ കാൽവറിയിൽ ചതച്ച കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല ഇവിടെ വാക്യം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. സമാധാന ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാലിന്റെ കീഴെ കൊടുന്നുതരും, ചവിട്ടി മെതിച്ചോളം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സകല പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? സാത്താന. ഇന്നലെ നമ്മൾ വചനം സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓർത്താൽ മതി. നമ്മുടെ വീടിന്റെ തളർത്തി കളയാൻ വേണ്ടി 4 മൂലയ്ക്ക് നിന്ന് അവൻ കാറ്റ് കൊണ്ടിരിക്കുക. ആരാ കൊണ്ടുവന്ന്? പിശാച. കടയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും കൊണ്ടുവരുന്നത് ആരാ? ദുഷ്ടനായ പിശാച. അതിനെ ചവിട്ടി മെതിക്കാൻ വേണ്ടി നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടു തരിക. നമുക്ക് ധൈര്യമില്ല, ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാ പീഡിച്ച് കേട്ടി ആ പ്രശ്നത്തെയൊക്കെ നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവന്നത് സമാധാനം ഉണ്ടാവില്ലേ? സാത്താനെ കാൽക്കീഴിൽ ചവിട്ടി കിടക്കുന്ന സമയത്ത് പിന്നെ സമാധാനം ഉണ്ടാവില്ലേ? സാത്താനെ അനങ്ങാൻ കഴിയുന്നില്ല. സാത്താന്റെ ഒരു പ്രവൃത്തി നടക്കുന്നില്ല. നമ്മുടെ ദൈവം അങ്ങനെ നമ്മൾ ശക്തീകരിക്കും. ഒരു വഴിയുള്ളൂ. എന്താണ്? സമാധാനത്തിന്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ പറയണം, കർത്താവേ സമാധാനത്തിന്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കണം, സമാധാനത്തിന്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കണം, സമാധാനത്തിന്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം, ദുഷ്ടനുണ്ടാക്കിയ ഈ ടെൻഷൻ എന്റെ കാൽക്കീഴിൽ ചവിട്ടി മെതിക്കാനായിട്ട് ദൈവം കൃപ തരും. ഒന്ന് ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നമ്മൾ പറയണം, കർത്താവേ സമാധാനത്തിന്റെ ദൈവമേ, സമാധാനത്തിന്റെ ദൈവമേ. കർത്താവേ ടെൻഷൻ ഉണ്ടാക്കി തല പൊട്ടിത്തെറിക്കുന്നു തോന്നുക. അയ്യോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന് വീട്ടിലെ ടെൻഷൻസ് എപ്പോഴും ഉണ്ടാവും. കാരണം നമുക്കറിയാലോ, 60 വയസ്സുള്ള അപ്പനും 30 വയസ്സുള്ള ചെറുപ്പക്കാരനും വീട്ടിലുണ്ടെങ്കിൽ അടി ഉറപ്പാ. സാധാരണ കണ്ടുവരുന്ന ഒരു സോഷ്യൽ പ്രശ്നമാണ്. അപ്പന് 60 വയസ്സായി, മോനൊരു 30 വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉറപ്പാ.
അതിന് കാരണം എന്ന് വെച്ചാൽ 30 വയസ്സുള്ള മോൻ്റെ ചിന്താഗതി വെട്ടൊന്നും മുറിയൊന്നെന്ന് പറഞ്ഞാൽ നിൽക്കുള്ളൂ, അവൻ പറഞ്ഞു നടക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കുള്ളൂ. 60 വയസ്സുള്ള അപ്പനാണെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അങ്ങനെ ചെയ്യണ്ടാ, നീ അത് നേരെയാവില്ലടാ എന്നും പറഞ്ഞ് ആകെ വിമർശനം കൊണ്ടുപോയിട്ട് ഒരു എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പറയാൻ നിൽക്കും. കാരണം എന്താ, അപ്പൻ്റെ വിചാരം 60 വയസ്സായി കഴിഞ്ഞാൽ ഞാനെല്ലാം പഠിച്ചു, ഇവനൊന്നും വിവരമില്ല, ഇവനൊക്കെ ഇപ്പോൾ ജനിച്ച, ഇവനൊരു ബോധമില്ല, അറിവില്ല എന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ 4 ഇരട്ടി അറിവുണ്ടെന്നുള്ള കാര്യം ചിന്തിക്കാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് ടെൻഷൻ കൂടും, നല്ല വെള്ളം വരും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ഇത് എന്നും ടെൻഷൻ വരുന്ന സമയത്ത് അവനങ്ങ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു കലോ കൊടോ എന്തെങ്കിലും എടുത്ത് കൊടുത്ത് അങ്ങോട്ട് ഇടിച്ച് അതങ്ങ് ഷേപ്പൊക്കെ മാറി ചുരുട്ടി മടക്കുന്ന കണ്ടീഷനിൽ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ, എന്നാലും അവന് ദേഷ്യം തീരുള്ളൂ. ടെൻഷൻ വന്നതാണ്, ഇതാണ് പ്രശ്നം. അപ്പൊ ഇതുപോലെയുള്ള ടെൻഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് വിഷമിക്കുന്ന സമയത്ത് കർത്താവ് പറയാ, ഈ ടെൻഷൻ ഉണ്ടാക്കിയ വിഷയം നിനക്ക് തന്നെ സോൾവ് ചെയ്യാനായിട്ട് നിസ്സാരമായി സോൾവ് ചെയ്യത്തൊക്കെ സാത്താനെ ഇപ്പൊ എവിടെ കൊടുത്തിട്ടിരിക്കുക, നമ്മുടെ കാലിന്റെ കീഴിൽ കൊടുത്തിട്ടിരിക്കുക. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സമാധാനത്തിന് ദൈവം ചെയ്യുന്ന വലിയ അനുഗ്രഹമാണത്. അതാണ് നമ്മൾ മൂന്നാമത്തെ പറഞ്ഞത്. 4-ാമത്തെ വാക്യം സങ്കീർത്തനം 29:11. 29:11. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ബ്ലെസ്സിങ്സ് കിട്ടുന്ന എവിടുന്ന? കർത്താവ് തരുന്ന ബ്ലെസ്സിങ്. ഒരു അപ്പനും അങ്ങനെ അനുഗ്രഹിച്ചു, അവനും അവന്റെ മക്കൾക്കും ജീവിക്കാനുള്ള അത്ര സമ്പാദിച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും കയ്യിലിരുന്നോളണം ഒരു നിർബന്ധമില്ല. നാട്ടിലെ ഒരു അപ്പൻ ഇതേപോലെ ഒത്തിരി സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനും മോന്റെ മോനും വേണ്ടുന്നതൊക്കെ പറഞ്ഞ് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് എല്ലാം റെഡി ചെയ്തായിരുന്നു. പക്ഷെ അപ്പനൊന്നും വയ്യാതൊരു കിടപ്പ് കിടന്നു. ചികിത്സിക്കാൻ വേണ്ടി കാശുള്ള അപ്പനല്ലേ ചികിത്സ കഴിക്കാൻ പറ്റും. ആശുപത്രി മാറി മാറി അങ്ങ് കൊണ്ടുപോയി അവസാനം വീട്ടിലുള്ള ഡെപ്പോസിറ്റും എല്ലാ കാശും തീർത്തു. അപ്പോഴും ആ കാര്യം പറഞ്ഞു തുടങ്ങി, നിന്റെ തന്ത ഇപ്പോഴൊന്നും പോകുന്നു തോന്നുന്നില്ല, ആ ഉണ്ടാക്കി കാശ് മുഴുവൻ തീർക്കാതെ അപ്പം പോകുന്നു പ്രതീക്ഷിക്കുന്നതാണ്. അവസാനം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അപ്പം വെട്ടി കയറുമ്പോഴേക്കും ഈ സാക്കലം അവസാനം വീട് വരെ പണയത്തിലാക്കിയിട്ട് ആ കാശും കൂടെ കൊണ്ടുപോയി ഒരു ഭാരം കൂടെ ആക്കിയതിനു ശേഷമാണ് അപ്പം പോയുള്ളൂ. അതുവരെ ആശുപത്രിക്കാർക്ക് കിട്ടിയതല്ലേ, കാശുള്ള അപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ ആശുപത്രിക്കാർ കൈകാര്യം ചെയ്യുമല്ലോ. അങ്ങ് പോയി ഒരു പോക്ക്. ഇത്രേ ഉള്ളൂ ഈ അനുഗ്രഹങ്ങളൊക്കെ. അപ്പൊ ഈ ലോകപ്രകാരം ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ പാഴാ. എന്നാൽ ദൈവിക അനുഗ്രഹത്തിന്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളത് മറ്റൊന്നുമല്ല, അത് സ്ഥിരമായി നിലനിൽക്കും. കാരണം അനുഗ്രഹിച്ചതാരാ? ദൈവമാണ്. അതിൽ നഷ്ടം വരില്ല. ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ദൈവം അനുഗ്രഹിച്ചു യാക്കോബിനെ. ആട്ടുംകൂട്ടം 2 കൂട്ടമായിട്ടൊക്കെ വരത്തക്കതിൽ വല്ലാതെ വർദ്ധിച്ചു. ഒരു ദിവസം ആടിന് അസുഖം വന്ന എല്ലാ ആടും ചത്തുപോയിരുന്നെങ്കിലും മരുഭൂമി കൂടെ നടത്തിക്കൊണ്ടുപോയില്ലേ. എന്തെങ്കിലും വന്നാൽ സംഭവിച്ചാൽ തീർന്നില്ലേ. പക്ഷെ നമ്മൾ ആ ചരിത്രം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നം കാണുന്നില്ല. കാരണം ആ ബ്ലെസ്സിങ് എവിടെ നിന്ന് കിട്ടിയതാ? ദൈവത്താൽ കിട്ടിയ അനുഗ്രഹമാണ്. അവൻ ആ ജ്ഞാനം കൊടുത്തതും ദൈവത്തിന്റെ ശബ്ദം കേട്ടതും ദൈവത്തിന്റെ ആലോചനനുസരിച്ച് നടക്കുമ്പോൾ ലഭിച്ച അനുഗ്രഹം അത് നിലനിന്നു എന്നുള്ളതാണ്. മക്കൾക്കും മക്കളുടെ മക്കളിലേക്കും ഒക്കെ അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ചയുണ്ട്. അവർ മിസ്രൈമിൽ ചെല്ലുമ്പോൾ ഗോശൻ ദേശം അവരെടുക്കുക. കാരണം എന്താ? അത്രമാത്രം ആടുണ്ട്. ഒരു ദേശം മുഴുവൻ നിറയത്തക്കവണ്ണം അവരുടെ ആട്. അവരെല്ലാം മക്കൾക്കും ഉള്ള ആടുകളെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ? അനുഗ്രഹം ദൈവത്തിന്റെയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിലും എവിടെ പറഞ്ഞത് എങ്ങനെയാണ്? സമാധാനം നൽകി അനുഗ്രഹിക്കുള്ളൂ. സമാധാനം ദൈവത്തിൽ നിന്ന് കിട്ടണം. ദൈവത്തിൽ നിന്നുള്ള സമാധാനം പ്രാപിച്ച് മാത്രമേ ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി വീണ്ടും പറയണം, സമാധാനത്തിന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കണമേ. കർത്താവേ, സമാധാനത്തിന്റെ ദൈവം എന്റെ ഭവനത്തിൽ ഇരിക്കണമേ. സമാധാനത്തിന്റെ ദൈവം ഞങ്ങളെ നടത്തണമേ. നമുക്ക് വീണ്ടും ആവർത്തിച്ച് പറയാം. 85-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം വരുന്നു. ഈ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിൽ പോവില്ല എന്നാണ് അർത്ഥം. വീണ്ടും പൊട്ടത്തരങ്ങളിലേക്ക്, തെറ്റായ ചിന്തയിലേക്കോ നിരാശപ്പെട്ട് നമ്മൾ പിന്മാറിപ്പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. എന്താ കാരണം? സമാധാനത്തിന്റെ ദൈവം കൂടി ഇരിക്കുക. അത് അല്ല ചെയ്തിരിക്കുകയാണ്. മോക്ഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടത് അവൻ തന്റെ ജനത്തോടും ഭക്തന്മാരോടും സമാധാനം വരുന്നു. തന്റെ ജനമായി തന്റെ ഭക്തനായിട്ട് നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ സമാധാനം നമുക്ക് ലഭിക്കും. ഈ സമാധാനമാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിരിക്കുന്നത്. ഇനി 6-ാമത്തെ പറയാം. സങ്കീർത്തനം 147-ന്റെ
14-ാമത്തെ വാക്യം 147-14. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് ആണോ? അമേരിക്ക വന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയവരുണ്ടോ? എവിടെ? പോരാ. അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പൊ എന്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു വീട് കിട്ടണമെന്ന്. വീട് കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈഡ് ആയോ? ഇല്ല. കാർ കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈഡ് ആയോ? ഇല്ല. എന്താ ചിന്ത? വീട് ഇത് പോരായിരുന്നു, ഒന്നും കൂടെ കുറച്ചും കൂടെ സൗകര്യമുള്ളത്, കുറച്ചും കൂടെ മുറ്റമുള്ളത്, കുറച്ചും കൂടെ കൃഷി ചെയ്യാൻ സ്ഥലമുള്ളത്. സാറ്റിസ്ഫൈഡ് അല്ലെന്നേ. കാർ കിട്ടിയപ്പോൾ ഈ കാറിനേക്കാളും ബെറ്റർ കാർ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. പ്രശ്നം മനസ്സിലായി? ഉണ്ടാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ മതിയൊന്നും വെപ്പിന് പുസ്തകത്തിൽ നമ്മൾ വായിക്കാത്ത കുറവൊന്നുമില്ല. എത്ര പ്രാവശ്യം വായിച്ചതാ? ജോലി കിട്ടി, ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മുടെ പൊസിഷൻ കിട്ടി, അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? പോരാ. സാലറി കിട്ടി, 2 പ്രാവശ്യം ഇൻക്രീസ് കിട്ടി, സാറ്റിസ്ഫൈഡ് ആണോ? ഇല്ല. ഈ $2 ഇൻക്രീസ് ചെയ്തിട്ട് എന്താ കാര്യം? $5 ഇൻക്രീസ് കിട്ടുകയാണെങ്കിൽ ഒരു $50 ഇൻക്രീസ് കിട്ടുകയാണെങ്കിൽ, $50 ഇൻക്രീസ് കിട്ടിയാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുമോ? നമ്മുടെ അത്രയും എന്ത് സംഭവിക്കും? നമുക്കുള്ള എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. വരുമാനം വർദ്ധിക്കുമ്പോൾ ഒരു പ്രശ്നം എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും, നമ്മൾ അനാവശ്യമായി ചെലവാക്കിക്കൊണ്ടിരിക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ മേടിച്ചു കൂട്ടിയിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനത്തിന്റെ 60% സാധനം പോലും നമുക്ക് ആവശ്യമുള്ളതല്ല. ആ മേടിക്കുമ്പോൾ മാത്രം ഒരു ഉപയോഗം തോന്നിയതാണ്, കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി മേടിച്ചതാണ്. ഉപയോഗിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യം കഴിഞ്ഞു. ചിലത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞു. എല്ലാം കൂടെ ഒന്ന് നമുക്ക് ആവശ്യമുള്ളത് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 60% സാധനങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും. അതായത് 2-3 പ്രാവശ്യം വീട് മാറുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. വീടൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്തിനാ അതൊക്കെ അടുത്തെടുത്ത് വെച്ചാണ്. ഇത് പണ്ടേ കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ ഡംസ്റ്ററും കൊണ്ടു വെച്ചിട്ട് ഒരു ഡംസ്റ്റർ പോരാ, 2 ഡംസ്റ്റർ കൊണ്ടു ഡംപ് ചെയ്താലാണ് നമുക്ക് വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക? തൃപ്തിയില്ല, സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇത് ദൈവമക്കൾക്ക് ചേർന്നതല്ല. ദൈവമക്കളെ സംബന്ധിച്ച് എല്ലാറ്റിനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇത് മതി എനിക്ക്, ഇത് മതി എനിക്ക്, ധാരാളം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, എന്ത് പറയാൻ, ധാരാളം കൃപ ലഭിച്ചു, ഇതൊക്കെ മതി എനിക്ക് എന്ന് പറഞ്ഞ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞേ? സമാധാനത്തിന് ദൈവം വേണം. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പോ കർത്താവ് നമുക്ക് സ്പെഷ്യൽ ഗോതമ്പ് തരാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ തൃപ്തി വരുത്താൻ പറ്റുന്ന മതി എന്ന് പറയുന്ന ഒരു വിഷയമുള്ളൂ എന്ന് പറയാറുണ്ട് ഞാൻ. ചിലപ്പോൾ ആവർത്തന വിഷയമാവുമെന്ന് സംശയം ഉണ്ട്, എന്നാലും പറയാം. പൈസ കൊടുത്താൽ ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആവും? നാട്ടിലെ ഇഷ്ടം പോലെ റിക്വസ്റ്റ് വരുന്നുണ്ട്. അവർ ചിലപ്പോൾ ചോദിക്കുന്നത് $50,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്. നമ്മളൊരു 50 കൊടുത്തു എന്ന് കഴിച്ചാൽ നമ്മൾ കഴിച്ചാൽ അവരെ പ്രശ്നം തീർന്നതാണ്. 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത് പറയും അർജന്റായിട്ട് ഒരു ആശുപത്രി കേസ് വന്നിട്ട് ഒരു 65 അർജന്റായിട്ട് അയച്ചു തരണം എന്ന് പറയും. അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അവർ 50 ചോദിച്ചപ്പോൾ നമ്മൾ 1 ലക്ഷം കൊടുക്കണം എന്ന് അവർ ചിന്ത. നിങ്ങൾ തന്നാ പോരെ, നിങ്ങൾ അമേരിക്കയിലല്ലേ, നിങ്ങൾ തന്നാ പോരെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നോ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഒരിക്കലും അവർ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ സമയത്ത് വില കൂടിയ ബാഗും വാച്ചും പല സാധനങ്ങളും മേടിച്ച് അവിടെ കൊണ്ടു കൊടുക്കും. അതിന്റെ ഭംഗിയാണ് അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇതൊരു നിങ്ങൾ ചെയ്ത പോലെ ഏതോ വില കൂടിയ ഒരു ബാഗ് മേടിച്ചു, $2,000 $2,500 വിലയുള്ളൊരു ബാഗ് മേടിച്ച് സിസ്റ്ററിന് കൊണ്ടു കൊടുത്തു. സിസ്റ്ററിന്റെ അതിന്റെ ചന്തമൊന്നും ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ വന്ന പണിക്കാരി വന്നപ്പോൾ എടുത്തു കൊടുത്തു. എന്റെ വില അറിയില്ലല്ലോ, $2,500 കൊടുത്ത് മേടിച്ച ബാഗാ. ചേക്കിക്കല്ലേ കൊടുക്കണമെന്ന് ഓർത്തിട്ട് ഏറ്റവും വില കൂടിയതായിക്കോട്ടെ എന്ന് ഓർത്ത് ബ്രാൻഡഡ് സാധനം നോക്കി മേടിച്ച് കൊണ്ടു കൊടുത്തതാ. പക്ഷെ അതിന്റെ ഭംഗി ഇഷ്ടപ്പെട്ടില്ല. നമുക്കിവിടെ ബ്രാൻഡാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. ഭംഗി ലേശം പറഞ്ഞാലും അതിന്റെ എമ്പളം കണ്ടാൽ മതി, കൈമൊന്ന് തൂക്കിയിടുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ്. 2 ആളത് കണ്ടു, ഞാൻ ഒരു വില മനസ്സിലായി എന്നൊരു ചിന്തയാണ്. അറിയുന്നവർക്കറിയാം ആള് തരക്കേടില്ല കേട്ടോ, ഇതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ അവർക്ക് ചെന്നപ്പോൾ അതിന്റെ ഭംഗിയൊന്നും ഇഷ്ടപ്പെട്ടില്ല, സംഗതി പോയി. പ്രശ്നം മനസ്സിലായോ? തൃപ്തി വരുന്നില്ല. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവം തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ തരികയാണ്. ഇത് വേറെ എവിടെയും കിട്ടില്ല. നമുക്ക് ദൈവം തന്നത് പോലെ വേറെ ഒന്നും കിട്ടില്ല. നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കൊടുത്തില്ല. എനിക്ക് കിട്ടിയ വീട് കിട്ടിയ പോലെ അതേപോലെ ഒരു വീട് അതേ വിലയ്ക്ക് ഒരാൾക്കും കിട്ടുന്നില്ല. എന്റെ ഫ്രണ്ട്സിനോടും സ്നേഹിതന്മാരോടും എല്ലാവരും പറഞ്ഞു എനിക്ക് കിട്ടിയ പോലെ ഒന്ന് കിട്ടട്ടെ. എനിക്കിങ്ങനെ ഇത്രയും നിസ്സാരമായ വിലയ്ക്ക് ഇത്രയും വീട് സൗകര്യം കിട്ടി, ആർക്കും കിട്ടുന്നില്ല.
ഞാനും ഒരിക്കൽ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി. ഇനി എനിക്ക് ഒരെണ്ണം കൂടെ മേടിക്കാൻ പറ്റും, ഈ വിലക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ മേടിക്കാമല്ലോ. ഇത്രയും വർഷം നോക്കിയിട്ടും നടക്കുന്ന പ്രശ്നമില്ല. കാരണം എന്താ, എനിക്ക് കിട്ടിയത് സ്പെഷ്യലാ. എനിക്കൊരു കാറ് കിട്ടി, ഞാൻ 10 വർഷമായിട്ട് ഉപയോഗിക്കുക, അതിന് എഞ്ചിൻ ട്രബിളൊന്നും വന്നിട്ടില്ല. എനിക്ക് സന്തോഷം കിട്ടുന്നത് കാര്യം മനസ്സിലായോ? എന്താ അതിന് കാരണം? പലരും മേടിച്ചെന്റെ എന്റെ ഒരു ബ്രദറിലോ കാറ് മേടിച്ചു, ടയോട്ടയുടെ പുതിയ കാറ് മേടിച്ചതാ. 2 വർഷമാണ് അവർ വാറണ്ടി പറഞ്ഞേക്കണത്, എഞ്ചിന്റെ വാറണ്ടി. 2 വർഷം തികയാൻ 1 മാസം മുമ്പ് റോഡിൽ വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കുക. അവരെ വിളിച്ച് അവർ വന്ന് സാധനമൊക്കെ പറഞ്ഞു മേജർ റിപ്പയർ ആയിരുന്നെന്ന് പറഞ്ഞു. ഇത് ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊരു $6,000 മുടക്കേണ്ടി വന്നേനെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ എനിക്ക് കിട്ടിയത് ഞാൻ അപ്പോൾ ഓർത്തു, ഇതേപോലെ ഒരു മേജർ ഒന്നും വരാതെ കാര്യങ്ങൾ നടന്നെങ്കിൽ എനിക്ക് കിട്ടിയതിന്റെ പ്രത്യേകത എന്താ, വിശേഷമായത് എനിക്ക് തന്നു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഒരു സമാധാനം കിട്ടുന്ന അപ്പോഴാണ്. ദൈവമക്കളെ, ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. സദൃശ്യവാക്യം 12:20. സദൃശ്യം 12:20. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. സമാധാനം ആലോചിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്ന് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത്. ദൈവമക്കളെ, നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം കിട്ടാൻ പോവുക. എന്താ കാരണം, ഇവിടെ ഇരുന്ന് ഈ ചെറിയ സമയം നമ്മൾ ചിന്തിച്ചെന്താ, സമാധാനത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സമാധാനം കിട്ടും? ഇത് വെറുതെ ചിന്തിച്ചാൽ പോലും സന്തോഷം വരുന്ന പറയുന്നത്. സമാധാനത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ സന്തോഷം കിട്ടും. അപ്പൊ സമാധാനത്തിന് ദൈവം ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്, വെറുതെ ഒരു സമാധാനം തരികയല്ല, ഒരു ആശ്വാസം കിട്ടി, ഒരു സംതൃപ്തി കിട്ടി എന്ന് പറഞ്ഞ് നിൽക്കില്ല, നമുക്കൊരു സന്തോഷം കൂടെ കിട്ടാൻ പോവുകയാണ്. കർത്താവേ, എനിക്ക് സന്തോഷം വേണമെന്നാണ്. നാളുകളായിട്ട് എന്റെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പലതിനെ ചൊല്ലി കലങ്ങിയിരിക്കുകയാണ്. മാർത്തയെ പോലെയാണ് എന്റെ ഹൃദയം ഇപ്പോഴും. എന്നാൽ മറിയ ഇതൊന്നും പറഞ്ഞ് വിഷമിക്കുന്നില്ല. മറിയ എവിടെ ഇരിക്കുന്നത്? കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുക, നല്ല അംശം തന്നെ എടുത്തിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയ പോലെ തന്നെ എന്നോട് പറയാണ്, നല്ല അംശം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്നേഹത്തിൽ അങ്ങ് വസിക്കുക, സമാധാനത്തിന്റെ ദൈവം കൂടിയിരിക്കുക. മറിയുടെ കൂടെ ഇപ്പൊ ആരുണ്ട്? സമാധാനത്തിന്റെ ദൈവം ക്രിസ്തു കൂടിയിരിക്കുക. കലങ്ങുന്ന പ്രശ്നമില്ല, സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമുക്ക് സന്തോഷിക്കണമെങ്കിൽ സമാധാനത്തെ കുറിച്ച് ചിന്തിക്കും. വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതൊരു വഴിക്ക് നടന്നോട്ടെ. ജോലിയിലെ ടെൻഷനെ കുറിച്ച് ചിന്തിക്കാതെ അതൊരു വഴിക്ക് നടന്നിട്ട് അതൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. എനിക്ക് കർത്താവ് സമാധാനം തന്നു. ഇതെല്ലാം സ്വഭാവം. എന്റെ ദൈവം ഇതിനൊക്കെ പരിഹാരം വരുത്താതിരിക്കില്ല. ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡെന്റൽ ഡോക്ടറാ. അവിടെ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഓടി എൻ്റെ അടുത്ത് വരും. വിശ്വാസിയല്ലായിരുന്നു, പക്ഷെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്നു. ഒരു ദിവസം ഓടി വന്നു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞൊരു രോഗിയുടെ പല്ല് പറിച്ചു, ബ്ലീഡിങ് നിൽക്കുന്നില്ല, ടെൻഷനായിട്ടിരിക്കുക. അത് തല കറങ്ങണമെന്ന് പറയുന്നത് ആകെ ടെൻഷനായിട്ടിരിക്കുക. ഉടനെ മറ്റേ ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് പുള്ളി ഓടി വന്നു, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച്. അപ്പൊ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള മരുന്നിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയില്ലേ? അപ്പോൾ പറഞ്ഞു, ഒരു മരുന്നിന്റെ പേരൊക്കെ പറഞ്ഞു. ഇപ്പൊ തന്നെ വിളിച്ചു പറയാം, ആ മരുന്നും കൊടുക്കാൻ പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് സമാധാനമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും പ്രശ്നം സോൾവ് ആയി, ബ്ലഡ് ക്ലോട്ട് ചെയ്തു, നിന്നു, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. അപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഭാരപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ചാൽ പോലും സമാധാനം നമുക്ക് കിട്ടും. അപ്പൊ ടെൻഷൻ ഓർത്തിട്ട് നമ്മൾ ഭാരപ്പെടേണ്ട. നമുക്കൊരു പ്രത്യേകത ഉണ്ട്, സമാധാനം തരുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ അതിനു വേണ്ടി എവിടെ ഓടണ്ട, ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. ആ ടെൻഷൻ സോൾവ് ചെയ്യാനുള്ള വിഷയം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തെളിയിച്ച് എന്തെങ്കിലും കാണാതെ പോയി, ടെൻഷനായി സമാധാനം പോയി, അതവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. നമ്മളെല്ലാവരും ചോദിച്ചു നടക്കാൻ അന്വേഷിക്കുന്നതിന് മുമ്പ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാലോ, ബുദ്ധി പ്രകാശിക്കും. ഇന്ന സ്ഥലത്ത് പോയി അവിടുന്ന് ഞാൻ എടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചു, കൃത്യമായിട്ട് ഓർമ്മ വരും, സ്ഥാനം കിട്ടുകയും ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ട്രൈ ചെയ്യണം. യെശയ്യാ പ്രവചനം 26:12 വായിക്കുകയാണ്. യെശയ്യാ 26:12, 8ാമത്തെ കാര്യം. യഹോവേ, നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും. ഒന്ന് പറഞ്ഞേ, യഹോവേ, നീ ഞങ്ങൾക്കായിട്ട്. ഇന്നിത് പറയുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമാണ്. കർത്താവ് ഇന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുക. ഇന്ന് ഇവിടെ കൊണ്ടുവന്നതിന്റെ ഒരു ഉദ്ദേശം പറയാ, സമാധാനം നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് തന്നിരിക്കുക, നിയമിച്ചു തന്നിരിക്കുക. ഒരു നിയമന ഉത്തരവ് എഴുതി തന്നിരിക്കുക, അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരിക. എന്താണെന്നറിയോ? സമാധാനം. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് എല്ലാം ഇന്ന് ക്ലിയർ ആക്കി തരും. ഒറ്റ കണ്ടീഷൻ ഒന്ന് പറയാമോ? സമാധാനത്തിന്റെ ദൈവന്റെ കൂടെ ഇരിക്കട്ടെ. കർത്താവെ, സമാധാനത്തിന്റെ ദൈവന്റെ കൂടെ ഇരിക്കട്ടെ.
സമാധാനത്തിന് ദൈവത്തിന്റെ കൂടി ഒന്നിരിക്കട്ടെ, സമാധാനത്തിന് ദൈവം കൂടി ഇരിക്കട്ടെ. കർത്താവേ, അങ്ങ് തരുന്ന സമാധാനം എനിക്കൊന്ന് വേണം. ഒന്ന് റിസീവ് ചെയ്തേ. കർത്താവേ, അങ്ങ് തരുന്ന സമാധാനം എനിക്ക് വേണമെന്ന് ഒന്ന് ആത്മാർത്ഥമായി പറഞ്ഞു. കർത്താവേ, സമാധാനം എനിക്ക് വേണപ്പാ, തന്നാട്ടെ. എല്ലാ ടെൻഷനും മാറും. എന്നിട്ട് പറയാ, നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ സകല പ്രവർത്തികളെ. നമ്മളിപ്പോ ടെൻഷൻ അടിക്കുന്ന വിഷയം എന്താ? ഇനി ആ പ്രശ്നം എങ്ങനെ ഒഴിവാക്കും? പിള്ളേരുടെ എഡ്യൂക്കേഷൻ എന്താവും? നമ്മുടെ ജോലി എന്താവും? അങ്ങനെ 100 വിഷയങ്ങളാണ്. ഫുഡ് തുടങ്ങിയല്ല 100 വിഷയങ്ങളാണ്. എങ്ങനെ സോൾവ് ആവും എന്ന് പറയുന്നിടത്ത് ഇന്ന് കർത്താവ് പറയാ, കർത്താവ് നിങ്ങൾക്ക് സമാധാനം എഴുതിയിട്ട് ഒരു ലെറ്റർ തന്നിരിക്കുക, അതുകൊണ്ട് പോയാൽ മതി. ഇത് കാണിച്ചാൽ, ഈ സമാധാനത്തിന്റെ ലെറ്റർ കാണിച്ചാൽ സകല കാര്യവും അവിടെ സാങ്ഷൻ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. എന്തൊരു ഭാഗ്യല്ലേ! ഇത്ര നല്ല വാക്തത്വങ്ങൾ കിടക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അത് വിട്ടുപോയിട്ട് സമാധാനം ഇല്ലാതെ അനുസരിക്കുക. ഇനിയിപ്പോ എന്തായി തിരിഞ്ഞ് ഇപ്പൊ ആരെ കാണാൻ, ആരെങ്കിലും സഹായിക്കൂ? ആരും സഹായിക്കണ്ട. ദൈവത്തിന്റെ ഒരു പ്രത്യേകത നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ലഭിക്കും. 9 വായിക്കാം, 10 വായിച്ച് നിർത്താം. യെശയ്യാപ്രവചനം 54:13. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, നിന്റെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും. അതെന്താ മക്കളുടെ കാര്യം എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമാധാനം ഇല്ലാതെ പോകുന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. എനിക്ക് ഇവനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനം പോകുന്ന വിഷയം ചിലത് അങ്ങനെയാണ്. ഒരു അനുസരണവും ഇല്ല. ഇവനൊക്കെ ദൈവകൃപ വരുമോ? എന്തൊക്കെ ടെൻഷൻസ് അടിക്കുന്നത്. ഇനി ഇവന്റെ കാര്യം ഇവൻ നേരെയായിട്ട് എനിക്ക് കാണാൻ പറ്റുമോ? നമ്മളങ്ങ് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ തല കുനിഞ്ഞുകൊണ്ട് പോവുക. കർത്താവേ, നെടുവീർപ്പിടുന്നത് എന്താ? വിഷയം മാറുന്നതല്ല, മക്കളുടെ കാര്യം ഓർത്തിട്ടാ. വേറൊരു വിഷയമില്ല. എനിക്ക് വേറൊരു വിഷയം ചിന്തിക്കാനില്ല. എനിക്ക് ചിന്തിക്കാനുള്ള വിഷയം എന്റെ മക്കളുടെ കാര്യം എന്നാണ് ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ കർത്താവ് ഒരു വാക്തത്വം പറയാ, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ. നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും നന്നാക്കാൻ പറ്റില്ല. അവർക്ക് ഒരു അറിവ് പറഞ്ഞു കൊടുക്കാനോ വിവേകം വരുത്താനോ വകതിരിവ് വരുത്താനോ നമ്മൾ എത്ര ട്രൈ ചെയ്താലും നടക്കില്ല. ഇവിടെയൊക്കെ നമ്മുടെ പിള്ളേരെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വടിയെടുത്ത് രണ്ടെണ്ണൊക്കെ പട്ടിയെ ട്രെയിൻ ചെയ്യുന്ന പോലെ ട്രെയിൻ ചെയ്താലേ പിള്ളേരെ നന്നാവുള്ളൂ. ഒരു ഡിസിപ്ലിനും ഇല്ല, ഒരു വൃത്തിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ! വൃത്തിയില്ല, ഡിസിപ്ലിൻ ഇല്ല, ഒരു കാര്യം സമയത്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ചെയ്യില്ല. ഇങ്ങനെ 100 വിഷയങ്ങളാ. നമുക്ക് തോന്നുക ഒരു പട്ടിയെ ട്രെയിൻ ചെയ്താൽ അത് കൃത്യമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ഇതുപോലെ ഒരു വടിയെടുത്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നെങ്കിലും തുറക്കുമ്പോൾ ഭർത്താവ് പറയാ, നിങ്ങൾ ആ വിഷയം വിട്ടിരിക്കുക തരും. യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവര്. കർത്താവ് ഒരു അഡ്വൈസ് കൊടുത്ത് മക്കളെ നിർത്തിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാ അവർ കറക്റ്റായിട്ട് പോകും. ഡിസിപ്ലിൻ അവരുടെ ലൈഫിൽ വരും, പഠനത്തിൽ കോൺസെൻട്രേഷൻ വരും, ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യും. അതൊക്കെ വരുന്നതിന് ഉപദേശം കിട്ടുന്നത് എവിടുന്ന് കിട്ടണം? യഹോവയാലുള്ള ഉപദേശം കിട്ടണം. ആ സമാധാനം പോയ വിഷയം ദൈവത്തിന്റെ അടുത്തിൽ കൊടുത്തിട്ട് പറഞ്ഞ്, കർത്താവേ, എന്റെ മക്കളെ അങ്ങ് ഉപദേശിക്കണമെങ്കിൽ അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടവരായി മാറാൻ കർത്താവെ കൃപ തോന്നണം. എന്റെ മക്കളെ കർത്താവെ അങ്ങ് ഉപദേശിക്കണമേ. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് അല്ല, മറ്റേ ഓൺലൈൻ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് അല്ല, ഞാൻ പറയുന്നതല്ല. കർത്താവെ അങ്ങ് തന്നെ ഒന്ന് ഗൈഡ് ചെയ്യണമേ. എന്റെ മക്കള് അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ഫാമിലി ലൈഫ് നന്നായി പോകണം, അവരൊരു ഡൈവേഴ്സിന്റെ മക്കളിലേക്ക് പോകാൻ ഇടവരരുത്, അവർ ഭംഗിയായിട്ട് പോകണം, അവരുടെ എഡ്യൂക്കേഷൻ നന്നായി പോകണം, അത് ജോലി നന്നായി പോകണം. കർത്താവെ, അതിന് ഒറ്റ വഴിയുള്ളൂ, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടവർ. അങ്ങനെയാണ് നിന്റെ മക്കളുടെ സമാധാനം. നീ മക്കളൊത്തിരി വലുതായി, അവരെ കെട്ടിച്ചു വിട്ടു, അവരെ കല്യാണം കഴിഞ്ഞു, അവർ ഫാമിലി ലൈഫൊക്കെ തുടങ്ങി. നമ്മൾ വിചാരിക്കും ഒരു ആശ്വാസമായി, പ്രശ്നമൊക്കെ തീർന്നു. പ്രശ്നം തുടങ്ങുന്ന അവിടെ ആയിരിക്കും. അവരായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഇപ്പോഴത്തെ കാലത്തൊക്കെ പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക എങ്ങനെയാണെന്ന് അറിയോ? കല്യാണം കഴിഞ്ഞവരെ അവർക്കൊരു കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ അടുത്തെന്താ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? കർത്താവെ, അവരെ നിലനിർത്തണേ കർത്താവെ, പിരിയാതെ വഴക്കും അടിയൊന്നും ഇല്ലാതെ സോൾവ് ആയിട്ട് പോകാൻ കർത്താവെ, കാര്യങ്ങളെല്ലാം സോൾവ് ആയി പോകണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക. വല്ലാത്തൊരു വിഷയമായിട്ട് വരിക. അപ്പൊ പറയുകയാണ്, നിന്റെ മക്കളുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടിട്ട് പറയാണ്, ടെൻഷൻ അടിക്കണ്ടെന്ന്. ആ പ്രശ്നം സോൾവ് ആയിന്ന്. അവരുടെ സമാധാനം, അവര് സമാധാനത്തിൽ കഴിയണേ. ഒരു വിഷയം കൊണ്ട് നമ്മുടെ അടുത്ത് വരില്ല. ഇങ്ങനെ വേണോ? ഇന്ന് പറഞ്ഞാണ് കർത്താവ്, സമാധാനത്തിന് ദൈവം എന്റെ കൂടെ ഇരിക്കണം, സമാധാനത്തിന് ദൈവം എന്റെ വീട്ടിൽ വേണം, സമാധാനത്തിന് ദൈവം എന്റെ വീട്ടിൽ വേണം, സമാധാനത്തിന് ദൈവം എന്റെ വീട്ടിൽ വേണം. അത് നമ്മളൊന്ന് ആവർത്തിച്ച് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ വരും ദിവസങ്ങളിൽ സമാധാനം പോണ സമയത്തൊക്കെ പറയണം, കർത്താവേ, സമാധാനത്തിന് ദൈവം എന്റെ കൂടെ ഇരിക്കണം,
സമാധാനത്തിന് ദൈവം കൂടി ഇരിക്കണം കർത്താവെ. അങ്ങ് എന്നെ ഉപദേശിക്കണേ, എന്റെ മക്കളെ ഉപദേശിക്കണമേ കർത്താവെ. അങ്ങയുടെ ഉപദേശത്താൽ ഞാൻ നടന്നോളാം. ഒരു വാക്യം കൂടെ വായിക്കാൻ എന്നെ ഇവിടെ നിർത്താം. അതിൽ ലാസ്റ്റ് നമുക്ക് ഞാൻ വായിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പദ്ധതി കൂടെ വായിക്കാൻ പോവുക. ഐശയ്യാ പ്രവചനം 57:19 വാക്യം. 57:19. ഐശയ്യാ ചാപ്റ്റർ 57:19. ആ മതി. ഫൈനലായിട്ട് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് നിർത്താൻ പോകും. സമയം തീർന്നുകൊണ്ട് സമാധാനം ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, ഞാൻ ആദരങ്ങളുടെ ഫലം ആദരം കൊണ്ട് പറയുന്നത് റിസൾട്ടായിട്ട് വരും. ആദരങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ വാ തുറന്ന് പറയുന്ന കാര്യം റിസൾട്ടായി കിട്ടാൻ പോവുക. വാ തുറന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇന്നത്തെ ആവർത്തിച്ച് പറയാൻ പറ്റുമോ? ദൈവമക്കളെ നമ്മളെല്ലാവരും കൂടെ പറയണം, സമാധാനത്തിന്റെ ദൈവം എന്നോട് കൂടി ഇരിക്കും, സമാധാനത്തിന്റെ ദൈവം എന്നോട് കൂടി ഇരിക്കും, സമാധാനത്തിന്റെ ദൈവം എന്നോട് കൂടി ഇരിക്കും. ഇത് നമ്മൾ പറഞ്ഞ് ഇതിന്റെ റിസൾട്ട് കിട്ടാൻ പോവാണ്. ആ റിസൾട്ടിൽ ഒരു പ്രത്യേകത പറയാണ്, സമാധാനം ഡബിൾ കിട്ടാൻ പോവാണ്. ദൂരത്തിനും സമീപസ്ഥനും എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയും, ഞാൻ ഇവിടെ ഇരുന്ന് സമാധാനത്തിന്റെ ദൈവം എന്നോട് കൂടി ഇരിക്കും, എന്റെ ഭവനത്തോട് കൂടി ഇരിക്കുന്നു പറഞ്ഞാൽ എന്റെ മക്കളോ എന്റെ പ്രിയപ്പെട്ടവരോ എന്റെ കൂടെ ഇപ്പൊ ഇരിക്കുന്നില്ലെങ്കിൽ പോലും എനിക്കും കിട്ടും, അവർക്കും കിട്ടും, സമാധാനം കിട്ടും. ഒന്നും കൂടെ പറയാം, സമാധാനം കളയുന്ന മറ്റൊരു വിഷയം കൂടെ കിടക്കുന്നുണ്ട്. രോഗം വന്നാൽ സമാധാനം പോകും. ഇവിടെ ടെൻഷൻ കളയുന്ന ഭർത്താവ് പറയാം, ഇതിന്റെ കൂടെ സൗഖ്യം കൂടെ കിട്ടും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ പറയുന്നത് ഇതൊന്നും മാറുന്നു തോന്നുന്നില്ല, ഇത് എന്നെ കൊണ്ട് പോവുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതാ നമ്മുടെ ഫലം ഉണ്ടാകുന്നത്. എന്താ ഫലം ഉണ്ടാകുന്നത്? എന്നെ കൊണ്ട് അങ്ങ് പോകും. അതല്ല പറയേണ്ടത്, ഈ തലവേദന മാറുന്ന എനിക്ക് തോന്നുന്നില്ല, ഇത് എന്നെ കൊണ്ടേ പോവുള്ളൂ. നെഞ്ചുവേദന തുടങ്ങിയിട്ട് നാള് കുറച്ചായി, ഇത് എന്നെ കൊണ്ട് പോകാനാണ് തോന്നണം, വിട്ടുപോകണില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കൈയിന്റെ വേദനയും കാലിന്റെ വേദനയും കൊണ്ട് ഞാൻ എന്താവുമോ, കിടപ്പിലാവുമോ, ഇതാ നമ്മൾ ആദരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം യഹോവ എന്നെ സൗഖ്യമാക്കും, അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇത് നമ്മളൊന്ന് ആദരം കൊണ്ട് പറഞ്ഞ് റിസൾട്ട് കിട്ടാൻ പോവുക. സമാധാനം പ്ലസ് രോഗശാന്തി, സമാധാനം പ്ലസ് രോഗശാന്തി. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുമ്പോൾ ഇങ്ങനെ പറയും, ഡബിൾ സമാധാനവും രോഗസൗഖ്യം കിട്ടും. വേണോ? ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ദൈവമക്കളെ, നമ്മളും ലോകമനുഷ്യനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മളും ലോകമനുഷ്യനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ലോകമനുഷ്യർക്കൊന്നും സമാധാനമില്ല. എല്ലാം പറഞ്ഞോട്ടെ, ആരും പറഞ്ഞോട്ടെ, അവർക്കൊന്നും സമാധാനമില്ല. ദൈവകൃപയിൽ ലഭിക്കുന്ന നിത്യമായ സമാധാനം, നിത്യമായ സമാധാനം. പ്രശ്നങ്ങളൊക്കെ വന്നാലും സോൾവ് ആയി പോകുന്ന സമാധാനം. അതിനൊറ്റ വഴിയുള്ളൂ, സമാധാനത്തിൽ ദൈവം നമ്മോട് കൂടി ഇരിക്കണം. കർത്താവേ, ആ കൃപയിലേക്ക് എന്നെ നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.